பூரா வெள்ளி எல்லா குட்டில நல்லா இருக்குது, ஸ்கூலுக்கு போவோம். நாங்க 2 குட்டி வீட்டில் இருக்குது. அந்த மாதிரி எப்பவும் கண்ணில் தண்ணி வருது. இப்ப எனக்கு குஷி ஆகும். என்ன குட்டிலும் வெள்ளி போகும். അത് മെയിനായിട്ട് അവൾക്ക് അപ്പാറ് അമ്മാർ പിന്നെ ആരെ എടുക്കാൻ പോയറിയോ അവൾക്ക് ഇത് പെയിൻ വന്നാ അത് തരൂ, ഭയം അത് തരൂ, അതെല്ലാം തരൂ അവൾക്ക്. അത് മാത്രല്ല ബ്രഹ്മിക്കുട്ടിക്ക് പുറത്തിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അവൾക്ക് ഉള്ളേ വരത് ഇഷ്ടമില്ല. പുറത്തു പോയി എന്ത് എപ്പവോ കുഷിത്തിലേ ഇருக்கு. ഇപ്പൊ ഉള്ളേ അവൾക്ക് ഇഷ്ടമില്ല. സ്ഥലമില്ല. പിന്നെ ഇവിടെ ഇങ്ങ இந்த വീൽ ചെയറിലേക്ക് കൊണ്ടുപോകും, അല്ല നടന്നു പോകുമ്പോ സ്ഥലമില്ല. അപ്പൊ ഇനിയൊരു വീടും കൂടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അതെ, നമുക്കൊരു വീട് വേണം. ഇപ്പൊ സ്ഥലം കുറച്ച് വലുതായിട്ട് 3 സെൻസ് ഒരു വീട്ടിൽ കിട്ടിയ ഒരു വലുതായിട്ട് കാരണം കൊടുത്താൽ ഞങ്ങൾ അവിടെ വീട് കണ്ടു. പുലമന്തോൾ മൂസ് ആയുർവേദിക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മുടെ ബ്രഹ്മിക്കുട്ടിയും അതുപോലെ കാർത്തിക്കും അപ്പൊ നമുക്ക് സാറിനോടും ചേച്ചിയോടും ചോദിക്കാം എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന്. ഇപ്പൊ നേരത്തെ അവളിപ്പോ 7 വയസ്സായി. ഇപ്പൊ ഈ കുട്ടി ഇപ്പൊ അവളെ ബുദ്ധി നല്ലതായിട്ടായിട്ടുണ്ട്. സുമാർ ഒരു ഇപ്പൊ പുതിയ കുട്ടി എങ്ങനെ ജനിക്കും, 6 മാസത്തെ കുട്ടി. ഇപ്പൊ അവൾക്ക് അറിയൂ അച്ചാറ് അമ്മാറെന്ന്. രണ്ടാമത്തെ അവൾക്ക് നേരത്തെ ഇപ്പൊ ഒരു സ്വീറ്റ് ചെയ്ത് ടേസ്റ്റ് അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അപ്പ ആര് അമ്മ ആരെന്നൊക്കെ മോൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് പെയിൻ വന്നാ അത് തരൂ, ഭയം അത് തരൂ, അതെല്ലാം തരൂ അവൾക്ക്. അപ്പൊ അവൾക്ക് ഉള്ളേ വന്നാ അത് തരൂ, വെളിയില പോയി അതും അറിയൂ. അതെല്ലാം അറിവു ഇത് നമ്മ പുലമന്തോൾ ആയുർവേദിക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അപ്പുറം അവൾക്ക് എല്ലാം ഫസ്റ്റ് ഒന്നും ഇല്ല. അത് മാത്രല്ല ബ്രഹ്മിക്കുട്ടിക്ക് പുറത്തിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അവൾക്ക് ഉള്ളേ വരത് ഇഷ്ടമില്ല. പുറത്തു പോയി എന്ത് എപ്പവും இந்த கரையொன்னு இருக்கு. பொறுத்து போய் சரியா குஷித்துல இருக்கு. இப்ப நம்ம இங்க வீட்டுல பொறுத்து போவதுக்கு ஆகுதில்ல. இங்க സ്ഥലമില്ല ഇല്ല. இங்க கொஞ்சம் സ്ഥലം இருக்குது, அங்கே போவோம் அது வேண்டாம். ஃபுல்லு அவளுக்கு நிறைய ரோடு வேணும். அள்ளி எப்பவும் வெஹிக்கிள் அங்கே இங்கே போயிட்டே இருக்குது. இந்த குட்டின அங்கே கொண்டு போவதுக்கு ஆகுதில்லை எனக்கு. இப்ப உள்ளே அவளுக்கு இഷ്ടം ഇല്ല. இங்க இந்த വീൽ ചെയറിലേക്ക് കൊണ്ടുപോകും, അല്ല നടന്നു പോകുമ്പോ സ്ഥലമില്ല. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഈ വീട്ടിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. കാരണം ഇപ്പം സാറ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെ 2 പേരെയും ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് സ്ഥലം വളരെ കുറവാണ്. ഇപ്പം മകൾക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ചുറ്റുപാടും കാണുമ്പോൾ അറിയാം ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയൊരു വീടും കൂടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലേ? അതെ, നമുക്കൊരു വീട് വേണം. ഇപ്പൊ 3 സെൻസ് ജാഗ 3 ആളുണ്ട്. എന്റെ അനിയത്തുണ്ട്, എന്റെ ചേച്ചിയുണ്ട്, ഞാനാണ് 3 ആൾക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ 5 ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഇപ്പൊ വേറെ വീട് വെക്കുക എവിടെയാണ് സ്ഥലം വാങ്ങിയിട്ട്. ഇപ്പൊ സ്ഥലം വലുതായിട്ട് 3 സെൻസ് ഒരു വീട്ടിൽ കിട്ടിയ ഒരു വലുതായിട്ട് ഓടാണ്. ഇപ്പൊ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. എവിടെ ആരും കൊടുത്താൽ ഞങ്ങൾ അവിടെ വീട് കെട്ടും. അത് മാത്രല്ല നമ്മൾ കാർത്തിയുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അല്ലേ? കാരണം മുൻപ് കാർത്തിയുടെ കൈ നന്നായിട്ട് നിവർന്നു വരില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് അല്ലേ സാർ? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നേരത്തെ അവനക്ക് ഒരു പാമ്പോ അവന്റെ കൂട്ടത്തിൽ വന്നാൽ അറിയത്തില്ല. ഇപ്പൊ ആൾക്കാർ அறிவு அவனுக்கு கார்த்திக் பேரு நம்ம பறிஞ்ச அதுவும் அறிதில்ல இருக்குது. இப்ப ஒரு வாட்டி கூப்பிட்டா அது அவனுக்கு அறிஞ்சு திருப்பி நோக்கும், யாரு என்ன கூகுது அந்த நோக்கும். அப்ப அவனுக்கு டேஸ்ட் எல்லாம் அறிவு. இப்ப அவனுக்கு எத்தனை சோறு வேணும், அவனுக்கு வேண்டான்னா மதி எனக்கு வேண்டாம் அந்த மாதிரி அவனுக்கு ஆயுது. இப்ப புலமந்தோள் ஹாஸ்பிட்டல்ல ட்ரீட்மெண்ட் செய்த அப்புறம்
ಬಾಯಿಲೆಲ್ಲ ಫಸ್ಟ್ ಬಾಯಿಲೆಲ್ಲ വെള്ളം ಬರುದು ಇಪ್ಪ ಬಾಯಿಲು வெள்ளம் ஒன்னும் இல்ல ಬಾಯಿಲು வெள்ளம் பொறுத்த வருது அது ஒன்னும் இல்ல ക്ലീൻ ആയി இருக்குது ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാക്കും പറ്റുന്നുണ്ട് അപ്പൊ അവൻ അங்கே சாப்பாடு வேண்டாம் எனக்கு குலாமந்தல் ஹாஸ்பிட்டல்ல எப்போ எனக்கு ஹாஸ்பிட்டல் ஒரு 2 நாள் சோறு சாப்பிடுறது அப்ப அவனு சாப்பிடல இல்ல நேத்து வீட்டுக்கு வந்து அவனுக்கு அங்கே எங்க செய்வாரு அந்த மாதிரி கறியே ஞான செய்து கொடுத்தது வெஜ்ஜி அதெல்லாம் அவன் வீட்டுல சாப்பிடுறான் സാർ ഈ ഇപ്പം നമ്മൾ രണ്ട് മക്കളുടെ വീഡിയോസ് കണ്ടതാണല്ലോ ഇപ്പം ഈ നെയ്ബേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ് ഇല്ല ഒത്തിരി ആള് വന്നിട്ടുണ്ട് കണ്ടിട്ട് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് ഇപ്പൊ മുടിയെടുത്തല്ലേ അപ്പൊ ഒരുപാട് കാണത്തില്ല അവളുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു അല്ലേ அவளுக்கு எல்லா அறிவும் இப்ப அவள் சேஞ்சஸ் இருக்குது கார்த்திக்ல சேஞ்சஸ் இருக்குது ஃபர்ஸ்ட்ல நாப எல்லாம் பொறுத்து வரது இருக்குது இப்ப நாபு எல்லாம் உள்ளே இருக்குது அப்ப இது வெள்ளம் வருது இப்ப வெள்ளம் ஒண்ணும் இல்ல இப்ப அவளை கரையுது இதுக்கு வேணா நைட் எல்லாம் கொஞ்சம் இது டிராவல் பண்ணி டயர்ட் ஆயிருக்கு அத மட்டும் கரையும் இல்ல அவளை கரையுதில்ல இல்ல குஷிப்பட்டு இருக்கு ഇന്നലെ ഫുള്ള് ട്രയൽ പണില്ല അതിനെങ്ങനെ കരയോ ട്രാവലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പൊ കൊഞ്ചം മാറ്റമുണ്ട് അതിനായിട്ട് അവളിപ്പോ നിറമെല്ലാം പിടിക്കൂല അതിന് ഇങ്ങനെ കരയുന്നുണ്ട് അത്രേ ഉള്ളൂ இல்ல அதுவும் சரியாவும் எனக்கு நம்பிக்கை இருக்குது அது நம்பிக்கை பிரதீட்சை உண்டு அந்த டாக்டர் കൊടുത്ത മെഡിസിൻ ഡോക്ടർ ചെയ്ത് അത് എല്ലാം അവരുടെ മേലെ എനിക്ക് ഫുള്ളാ പ്രതീക്ഷയുണ്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പഴാണ് ചേച്ചിയുടെ മുഖത്ത് ഒരു ചിരി കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എല്ലാം അവള് ഒരു 23 വർഷം അവള് ഇത് ആക്കിയിട്ടുണ്ട് எப்பவும் அழகுதே இருது பூரா வெள்ளி எல்லா குட்டில நல்லா இருக்குது ஸ்கூலுக்கு போவோம் நாங்க 2 குட்டி வீட்டுல இருக்குது அந்த மாதிரி எப்பவும் கண்ணுக்கு தண்ணி வருது இப்ப எனக்கு குஷி ஆகும் என்ன குட்டிலும் வெள்ளி போகும் அந்த எதுக்கு பண்ணா அவரே நமக்கு அங்க கொண்டு போகுது ആ ഡോക്ടറിനെ കാണിച്ച് അവരെ നമുക്ക് ഇത് പണി കൊടുക്കുന്നത് അവരെ എന്ത് എനക്കറിയൂ അപ്പൊ അവർക്ക് എന്ത് നമുക്ക് ഫുള്ള് സന്തോഷം ഇരിക്കുന്നത് ഇല്ല ഫസ്റ്റ് ആർക്കും അറിയില്ല നമ്മ വീട്ടിലെ ഇങ്ങനെ കുട്ടി ഇരിക്കുന്നത് അത് കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 2 മക്കൾക്കും അവരവരുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം 23 വർഷമായിട്ട് ചേച്ചി പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് അതിന്റെ എത്രത്തോളം അതിന്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇവിടെ വരെ എത്തിയില്ലേ അപ്പൊ ഇനി മക്കൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഇപ്പം എന്താണ് നിലവിലുള്ള ഒരു ആവശ്യം ഇപ്പൊ ഇത്രയൊക്കെ മാറി എന്നാലും ഒരു അമ്മയെന്ന് അച്ഛൻ എന്ന രീതിയിൽ ഉണ്ടാവുമല്ലോ ഒന്ന് നമുക്ക് മക്കൾക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാവണം പിന്നെ മക്കളുടെ നിലയിൽ എന്താണ് ഒരു ആവശ്യം എന്ന് പറയുന്നത് നമുക്കൊരു ചിന്ന ഒരു വീട് മതി പിന്നെ ഒന്നും വേണ്ട ഈ മക്കള് അത് നല്ലതായി ഇരിക്കുതെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ട് അങ്ങനെ ഒരു വീട് യാരാ ഒരു കേരള ജനങ്ങളെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ആക്കിയിട്ടുണ്ട് കർണാടക ജനങ്ങളും അങ്ങനെ നമ്മള് കേരള ആൾക്കാർ ഡെയിലി കേൾക്കൂ അവിടെയുള്ള ആൾക്കാർ ഡെയിലി ഒരു ഫോൺ എങ്ങനെയുണ്ട് എപ്പോഴും കേട്ടുകൊണ്ടേ இருக்கும் അവിടെ சார் போன் எடுக்கல அவர் போன் எடுக்கலன்னு எனக்கு கூப்பிட்டுவாரு எல்லாருமே கேரளக்காரரு இங்க கர்நாடகக்காரரு எல்லாரும் கூப்பிட்டுது இங்க குட்டி இங்க இருக்குது எல்லாருமே கேக்குவாரு அது வந்து சந்தோஷம் இருக்குது സന്തോഷമായി இருக்குது ഇപ്പൊ സാർ ശരിക്കും ഈ ട്രീറ്റ്മെന്റിന് ഒത്തിരി പൈസ ചെലവാകും പക്ഷെ അതെല്ലാം ഹോസ്പിറ്റലിലാണല്ലോ വഹിച്ചത് ഇപ്പൊ നമുക്ക് ഓരോ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ചെലവ് അവിടെ ഡോക്ടർമാരെ കൊടുത്തത് കുട്ടി ഫ്രീയാ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മ അവര് ഇതെല്ലാം കൊടുത്തു ഒരു മാസത്തെ ഇപ്പൊ ഒരു മാസക്ക് മെഡിസിൻ കൊടുത്ത് അനുഭവാറ് കുടിച്ചാറ് നേരത്ത് அப்புறம் இன்னும் ஒரு மாசம் விட்டு நீங்க வீடியோ கால்ல குட்டிகளை கண்டு நான் ஃப்ரீயா மெடிசன் கொரியர் பண்ணணும் வந்து அவரே டாக்டரே எங்க கிட்ட சொன்னிச்சார்
ഒരു ദിവസം സാറിന് ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. അപ്പം സാറിന്റെ ഒരു ഇൻകം കൊണ്ട് വരുമാനം കൊണ്ട് മാത്രമാണ് ഈ വീട് മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പൊ ചേച്ചിക്ക് നമുക്കറിയാം 2 മക്കളെയും വിട്ടിട്ട് ഒരിക്കലും ജോലിക്ക് പോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഈ വീട്ടിലെ കാര്യം നോക്കണം, മക്കളെ കാര്യം നോക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനൊരു പ്രതിവിധി ശരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു അങ്ങനെ വിശ്വാസം ഉണ്ടാവും അല്ലേ? നല്ല സപ്പോർട്ട് ആക്കിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും. നിങ്ങൾ TV കണ്ടിട്ട് നമുക്ക് എല്ലാം സപ്പോർട്ട് ആക്കി പ്രത്യക്ഷം നമുക്ക് ഉണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. കാരണം ഈ ഒരു വീട്ടില് ഇവിടെ വരുമ്പോ മാത്രമാണ് ആ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരടച്ച് ഉറപ്പുള്ള ഒരു വീട് കിട്ടട്ടെ. ഇനി ഞാൻ വരുമ്പോ അങ്ങനെ ഒരു വീട് ഉണ്ടാവട്ടെ. വീട് എനിക്ക് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. നല്ല മനസ്സ് ഉടമയുള്ള എല്ലാ ആൾക്കാരും ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെതിരെ അല്ലെ നല്ലൊരു വീട് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.